നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജുവിന് ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയണം. ഇല്ലെങ്കിൽ ഗോപാൽജിക്ക് ഇങ്ങനെ ഒരു ഔദാര്യം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കാരുടെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ചേച്ചി ആദ്യം ഈ കല്യാണത്തിന് സമ്മതമല്ലാന്ന് പറഞ്ഞതാ. പിന്നെ ഗോപാൽജിയും സഞ്ജയ് ചേട്ടനും കുറെ പുറകെ നടന്നിട്ടാ സമ്മതിച്ചത്. മഹിമ പറഞ്ഞത് ശരിയാ. ഗോപാൽജി മണ്ടരൊന്നുമല്ല. മഞ്ജു മാധവന്റെ മകളാ. മാധവന് നാട്ടുകാരുടെ മനസ്സിൽ ഒരു ബഹുമാനമുണ്ട്. അയാള് വളർത്തിയ മക്കൾ മോശമാവില്ലെന്നൊരു ഉറപ്പ് എല്ലാരെയും പോലെ ഗോപാൽജിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാ അയാള് മഞ്ജുവിനെ സഞ്ജയ്ക്ക് വേണ്ടി ആലോചിച്ചത്. മഞ്ജുവിന് ഒരു കുറവുമില്ല. അത് നാട്ടുകാരോട് ചോദിച്ചാൽ മതി. മഞ്ജുവും ഗിരിയും തമ്മിലുള്ള കഥകളെ ഇപ്പോഴും അവര് പറഞ്ഞു നടക്കണ്ട്. ഇങ്ങനൊരു കുട്ടിയെ വിശ്വസിച്ച് കല്യാണം കഴിക്കാനേ സഞ്ജയ്ക്ക് മാത്രമേ കഴിയൂ. കേട്ടോ, നാട്ടുകാര് പറയുന്നത് നുണയാണെന്ന് തനിക്കും അറിയില്ലേ? എന്നിട്ടും ഗോപാൽജിയുടെ കാശിനോട് നന്ദി കാണിക്കാൻ അയാൾക്ക് വേണ്ടി കുറച്ച് നടന്നോളും. സാറേ, ഇതൊരു കല്യാണം നടക്കുന്ന സ്ഥലമായിപ്പോയി. ഇല്ലെങ്കിൽ താൻ പറഞ്ഞതിന് തന്നെ കുനിച്ചു നിർത്തി മുട്ടുകാലേറ്റ് മറുപടി പറഞ്ഞേനെ ഞാൻ. ഇറങ്ങി പോടോ. അത് കലക്കി സാറേ. അയാൾക്ക് ഇതിന്റെ നല്ല കുറവുണ്ടായിരുന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അയാള് തലേ കയറാ. മോൾ അയാള് പറയുന്ന ഒന്നും കാര്യാക്കണ്ട. ഫ്രാൻസിസ് സാർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ. ഇപ്പൊ നാട്ടിൽ എന്നെ കുറിച്ചുള്ള കഥകൾ കാരണം ഇതിനേക്കാൾ നല്ലൊരു ആലോചന എനിക്ക് കിട്ടില്ല. ഗോപാൽജി ഞങ്ങളുടെ വീട്ടിന്റെ ആധാരം വരെ തിരിച്ചെടുത്തു തന്നു. ഈ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടാനാ? ഇതൊന്നും ഒരു കടമല്ല, കടമയാ. മഞ്ജുവിന്റെ കുടുംബവും ഗോപാൽജിയും ബന്ധുക്കളാൻ പോവുകയല്ലേ. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? മോള് കടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞത്? മോള് നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. ഇനിയും സമയമുണ്ട്. സാറ് ചുമ്മാ ഈ സമയത്ത് വെറുതെ നെഗറ്റീവായിട്ടൊന്നും പറയരുത്. മഞ്ജു കല്യാണത്തിന് റെഡിയാവുക. ഞങ്ങൾ അപ്പുറത്തിരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സാറ് ശരി, അതോട്ടെ. എന്താടോ ഇഞ്ചി കടിച്ച് ഉറങ്ങിനെ പോലെ നിൽക്കുന്നു? ഞാൻ ആ മഞ്ജുവിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്ന വഴിയാ. ഗോപാൽജി മഞ്ജുവിനെ സ്വന്തം കുടുംബത്തിലേക്ക് കയറ്റാൻ തീരുമാനിച്ചത് അവളുടെ ഭാഗ്യാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മഹിമ അരവിന്ദാക്ഷൻ സാറും എന്റെ അടുത്ത് ചൂടായി. ഗോപാൽജിയും സഞ്ജയും കല്യാണത്തിന് സമ്മതിക്കാൻ അവളുടെ പുറകെ നടന്നു മഞ്ജു പറയുന്നത്. ഞാൻ അപ്പോഴേ ഗോപാൽജിയോട് പറഞ്ഞില്ലേ, ഇവരൊന്നും അടുപ്പിക്കാൻ കൊള്ളൂല. മാധവന് ഗോപാൽജിയോട് ഉണ്ടായിരുന്ന അതേ പുച്ഛം തന്നെയാണ് മഞ്ജുവിന് സാറിനോടുള്ളത്. മാധവൻ സ്റ്റേഷനിൽ വെച്ച് സാറിനെ കൊണ്ട് കാല് പിടിപ്പിച്ചതല്ലേ. അയാളുടെ മകളല്ലേ മഞ്ജു. അവളെ സാറിന്റെ മരുമകളാക്കിയ സാറിനെ സ്വന്തം വീട്ടിൽ നിന്ന് അവള് ചവിട്ടി പുറത്താക്കും. അങ്ങനെ എളുപ്പം തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ജന്മല്ലടോ ഞാൻ. സാറേ, സ്വന്തം കുടുംബത്തിനകത്ത് ശത്രുക്കളുണ്ടെങ്കിൽ എത്ര വലിയ കൊലക്കൊമ്പനായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം നടത്തണ്ടെന്ന് ഗോപാൽജിയോട് പലവട്ടം പറഞ്ഞത്. പക്ഷേ സാറ് കേട്ടില്ല. താൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സ് മാറി. ഈ കല്യാണം നടത്തണ്ട. ഗോപാൽജി, അതേടോ, ഈ കല്യാണം ഞാൻ മുടക്കാൻ പോവാ. അപ്പൊ തുടക്കം മുതലേ കല്യാണം മുടക്കാൻ തന്നെയായിരുന്നു ഗോപാൽജിയുടെ പ്ലാൻ അല്ലേ? പിന്നല്ലാതെ. ആ ദരിദ്രവാസിയായി എന്റെ മോന്റെ കല്യാണം നടത്തുമെന്ന് താൻ കരുതിയോ? ഇന്ന് ഈ കല്യാണം മുടങ്ങുമ്പോ അവളും അവളുടെ കുടുംബവും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടും.
മാധവൻ എന്നെ എന്റെ കുടുംബത്തെയും ദ്രോഹിച്ചതിന് ഇതിനേക്കാൾ വലിയ പ്രതികാരമില്ല. പക്ഷെ ഇപ്പോ കല്യാണത്തിന് സഞ്ജയ് പിന്മാറിയ നാട്ടുകാർ മുഴുവൻ ഗോപാൽജിക്കെതിരാവില്ലേ? അവിടെയാണ് എനിക്ക് തന്റെ സഹായം ആവശ്യമുള്ളത്. കാശിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു ഗോപാൽജിക്ക് അറിയാലോ. കാര്യം പറയേ. കൃത്യസമയമാകുമ്പോ ഞാൻ തന്നോട് പറയും. അപ്പൊ താൻ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ് ബഹളം വെക്കണം. ഓ, സഞ്ജയ് ഒളിച്ചോടിയെന്ന് താൻ വഴി എല്ലാവരും അറിയണം. അതിനുള്ള കാരണം ഗിരിയും മഞ്ജുവും തമ്മിലുള്ള അവിഹിത ബന്ധമാണെന്ന് താൻ കൂട്ടിച്ചേർക്കണം. കഴിഞ്ഞ ദിവസം കവലയിൽ വെച്ച് നടന്ന അടി ആരും മറന്നു കാണത്തില്ല. അതുകൊണ്ട് എല്ലാരും വിശ്വസിപ്പിക്കാൻ എളുപ്പമാവും. അപ്പൊ അതോടെ നാട്ടുകാരെല്ലാം മഞ്ജുവിനെതിരെ തിരിയും. സഞ്ജു സത്യം മനസ്സിലാക്കി രക്ഷപ്പെട്ടെന്ന് എല്ലാവരും പറയും. അപ്പൊ നാട്ടുകാര് സാറിന്റെ കൂടെ നിൽക്കും. പിന്നെ താൻ ചൂടാവുമ്പം കുറച്ച് നാച്ചുറൽ ആയിരിക്കണം. തന്നെ കുറച്ച് ചീത്ത വിളിച്ചോ. തന്റെ ദേഷ്യം എന്നോട് ശരിക്കും ഉള്ളതാണെന്ന് തോന്നണം. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. എന്നാലും ഗോപാൽജിയുടെ പ്ലാൻ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരാളെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഇത്രയും കാശ് സാറ് ചെലവാക്കുന്നു വിശ്വസിക്കാൻ പോലും പറ്റില്ല. താൻ പറഞ്ഞ ശരിയാ. മഞ്ജുവിനെ നാണം കെടുത്താൻ മാത്രമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ അതിന് 100 വഴികളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കളിക്കുന്ന കളിക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതെന്താ ഗോപാൽജി? അതിപ്പോ താൻ അറിയണ്ട. സമയമാവുമ്പോ തന്നോടെല്ലാം പറഞ്ഞോളാം. തൽക്കാലം തന്നെ ഏൽപ്പിച്ച പണി ചെയ്താട്ടെ. ഓ അല്ല ഗോപാൽജി, ഈ നാട്ടുകാരെ ഭയങ്കരന്മാരാ. കല്യാണം മുടങ്ങിയെന്നങ്ങ് അറിഞ്ഞ അവര് ഈ നാട് മുഴുവൻ അരിച്ചു പിറക്കും. സഞ്ജയനെ ആരും കണ്ടുപിടിക്കില്ലല്ലോ അല്ലേ? അല്ല, സഞ്ജയ് ശരിക്കും എവിടെയാ? സഞ്ജു ഇന്നലെ രാത്രി തന്നെ നാട് വിട്ടു. അവനിപ്പോ സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഇരിക്കുന്നുണ്ടാവും. അവനെ ഇനി ഇവിടെ കൊണ്ടുവരാൻ ദൈവം വിചാരിക്കണം. പിന്നെ ഞാൻ പറയാതെ നാടകം തുടങ്ങരുത്. ഞാൻ ഏറ്റു. ഇറങ്ങി വാ മണവാള. എവിടുന്ന് കിട്ടി? എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. കുറച്ച് വൈകിയിരുന്നെങ്കിൽ സിംഗപ്പൂരിലേക്ക് പറഞ്ഞേനെ. ശാലിനി കൃത്യസമയത്ത് കാര്യങ്ങൾ അറിയിച്ച നന്നായി, അല്ലെങ്കിൽ കല്യാണം മുടങ്ങിയേനെ. അപ്പൊ നീയാണല്ലോ എല്ലാം ഗിരി അറിയിച്ചത്? അതെ. ഇവള് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. വെറുതെ നമ്മളെ പരസ്പരം തല്ലിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അല്ല, സ്വന്തം അച്ഛനോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതിനാണോ നീ മഞ്ജുവിന്റെ പുറകെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടന്നത്? മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടക്കി അവളെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തണമായിരുന്നു അല്ലേ? ഓ, ഇങ്ങനെ പകപോക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. നീ ഇന്നലെ ഏതോ കൂട്ടുകാരനോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. നീ എന്താ വിചാരിച്ചത്? കല്യാണത്തിന് അത്ര എളുപ്പം നിനക്ക് ഊരി പോകാന്നോ? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം അതൊന്നും നടക്കില്ല. നീ നമ്മുടെ അച്ഛനെ കുറിച്ച് ആലോചിച്ചോ? നീ വരുമെന്ന് പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ചെയ്ത് നടക്കുക ആ പാവം. നിനക്ക് വേണ്ടി ഇത്രയും ചെയ്ത മനുഷ്യനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? സ്വന്തം അച്ഛനോട് പോലും കൂറില്ലാത്ത ജന്മം.